അപ്പോൾ ഞാൻ അതിൻ്റെ പറഞ്ഞതിൻ്റെ ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു മാനേജർ. ആ മാനേജർ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊഹത്തിലും മീൻസ് ഊഹാപോഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസ് ചെയ്തിട്ടൊക്കെ കാണും കേൾക്കും നമ്മൾ പഠിക്കുകയൊന്നും ഇല്ലാണ്ട് എല്ലാം സെൻസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ആളുടെ മൈൻഡ് സെറ്റ്. കസ്റ്റമേഴ്സിന് വേഗം വേഗം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്നുള്ളൊരു പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല. അത് എൻ്റെ അടുത്തും അവളുടെ അടുത്ത് മാത്രമാണോ, അവളുടെ അടുത്ത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. കാരണം അവൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആട്ടി അങ്ങ് തുപ്പി എന്നൊക്കെ പറയില്ല, അമ്മാതിരി സീനായിരുന്നു എൻ്റെ അടുത്ത് ഇതാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പോകുമ്പം എനിക്ക് അന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ ലിറ്ററലി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രത്തോളം എന്നെ ഭയങ്കര ഇതാക്കി. അവിടെ കൂടെയുള്ള സ്റ്റാഫിന് എൻ്റെ അടുത്ത് അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് എന്താ പറയുക, എന്നെ ട്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അവർക്ക് വിഷമമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാരമില്ല പോട്ടെ ഇവരിങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ആലോചിച്ച് നോക്കി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയണേ, എനിക്കെന്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റി. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു ടോക്സിക് കൾച്ചറിന് ടോക്സിക് മാനേജറിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കേണ്ടി വന്നേനെ. എന്താ അറിയില്ല, ഇന്ത്യൻസിൻ്റെ റേസസ് ആയിരിക്കാം മേ ബി, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ പോയത് ആമസോണിലായിരുന്നു. അപ്പോൾ ആമസോണിൽ വെയർ ഹൗസിലായിരുന്നു പോയത്. അവിടെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് ട്രാവലിംഗ് കുറച്ച് ഭയങ്കര കൂടുതലായിരുന്നു. മാപ്പിൽ 1.5 മണിക്കൂർ കണ്ടിട്ട് ഞാൻ അവിടെ എത്തുമ്പോൾ 4 ട്രാൻസ്പോർട്ടൊക്കെ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് നിർത്തിയത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സമയമൊക്കെ എടുത്തിട്ട് നിങ്ങൾ നോക്കുക. കാരണം പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. അപ്പം മോശമായിട്ടുള്ള സമയത്ത് നമ്മൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് കുറേ കാലത്തേക്ക് ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരും. എന്ന് വിചാരിച്ച് നിങ്ങൾ ജോലിയില്ലാണ്ട് വീട്ടിലിരിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾ എല്ലാത്തിനും ഭയങ്കര ചൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന എൻവിറോൺമെൻ്റ് ആണോ നോക്കണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി എങ്ങനെയായാലും നമുക്കിവിടെ ബേസിക് പേ എന്തായാലും കിട്ടണമായിരിക്കും. അപ്പോൾ എന്ത് ജോലി എടുത്താലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഹൗസ് കീപ്പിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ നിങ്ങളൊരു മീൻസ് അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ച് നല്ല രീതിക്ക് നോക്കി. കാരണം എനിക്കൊക്കെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് പിന്നെ സെക്കൻഡ് ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് അവെയർ ആയിരിക്കുക. കാരണം എന്തായിരിക്കും എന്നുള്ളത് കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ പോവുക. അത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡീഡും ലിങ്ക്ഡിനും മാത്രം നോക്കരുത്. കൂടുതലും കണക്ഷൻസ് ഉണ്ടാക്കുക, എന്നിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്ത് റെഫറൻസ് എടുക്കാൻ വേണ്ടി നോക്കുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്.